യേശുവിൽ പ്രിയരെ, ആണ്ടുവട്ടത്തിലെ പുതിയ കാലം, ഒന്നാം കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മംഗളവാർത്താ കാലഘട്ടം. യേശുവിൻ്റെ ജനനത്തിൻ്റെ പുണ്യ ഓർമ്മകൾ അനുസ്മരിച്ചുകൊണ്ട് നാടും വീടും മനസ്സുമൊക്കെ അലങ്കരിക്കപ്പെടുന്ന, ഒരുക്കപ്പെടുന്ന, പുണ്യത്തിൻ്റെ പുൽക്കൂടുകൾ ഒരുക്കപ്പെടുന്ന പുണ്യദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഈ കാലത്തിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ദൈവമായിരുന്നിട്ടും ദൈവത്തിൻ്റെ സമാനതകൾ വേണ്ടെന്ന് വെച്ച് മനുഷ്യനായി അവൻ്റെ രൂപവും ഭാവവും ധരിച്ച് അവനോടൊപ്പം ചിരിച്ചും കളിച്ചും കരഞ്ഞും ഒടുവിൽ അവനു വേണ്ടി ഇന്നും ഉയർത്തെഴുന്നേൽക്കുവാൻ, അൾത്താരയിൽ അപ്പമായി തീരുവാൻ കൊതിച്ച ഒരു ദൈവത്തിൻ്റെ ഓർമ്മയുടെ പുണ്യദിനങ്ങളാണ്. ക്രിസ്മസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണല്ലോ, ക്രിസ്തുവിൻ്റെ ബലിയർപ്പണം എന്നതാണ്. ക്രൈസ്റ്റ് മാസ്. അങ്ങനെയെങ്കിൽ അവൻ ബലിയായിട്ടാണ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത്. ആ ബലിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുക. ഈ മംഗളവാർത്താ കാലത്തിൽ മനസ്സും ശരീരവുമൊക്കെ ദൈവത്തിൻ്റെ പിറവിക്കായിട്ട് നമുക്കൊരുക്കാം. പരിശുദ്ധ അമ്മ ജനനം മുതൽ ഈ ഒരു ദൈവകുമാരനെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു. അതുകൊണ്ടാണല്ലോ ജന്മപാപമില്ലാതെ അവളെ ഭൂമിയിലേക്ക് ദൈവകുമാരൻ പിറപ്പിച്ചത്. പാപമില്ലാത്തവന് പിറക്കണമെങ്കിൽ പാപമില്ലാത്ത ഒരു ശരീരവും മനസ്സും ജീവിതവും ആവശ്യമാണെന്ന് അനാദിയിലെ അവിടുന്ന് നിശ്ചയിച്ചിരുന്നു. അതിനാലാണ് പരിശുദ്ധ അമ്മയെ ജന്മപാപമില്ലാതെ ഭൂമിയിലേക്ക് പിറപ്പിച്ചത്. പിന്നീട് അങ്ങോട്ട് പാപത്തിൻ്റെ സാധ്യതകൾ ഏറെ ഉണ്ടായിരുന്നിട്ടും അതിനെല്ലാം വേണ്ടെന്ന് വെച്ച് ദൈവത്തിന് വേണ്ടി മനോഹരമായ പുൽക്കൂടൊരുക്കുകയായിരുന്നു, ബലിപീഠം ഒരുക്കുകയായിരുന്നു, ബലിയായി തീരുകയായിരുന്നു പരിശുദ്ധ മറിയം. അമ്മയിലൂടെ നമുക്ക് കിട്ടിയ വലിയ അനുഗ്രഹമാണ് യേശു തമ്പുരാൻ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ 25 ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുള്ള ഓർമ്മയും അതാണ്. ദൈവത്തിന് പിറക്കണമെങ്കിൽ പാപമില്ലാത്തൊരു ജീവിതം ആവശ്യമാണെന്ന ഓർമ്മപ്പെടുത്തൽ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ ദിനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത് വെറുതെ ഒരു മാംസവർജനമോ അല്ലെങ്കിൽ ഭൗതികമായ ചില നോമ്പുകൾ മാത്രമല്ല, പുണ്യങ്ങൾ കൊണ്ടുള്ളൊരു പുൽക്കൂട് നിർമ്മിക്കുക എന്നതാണ് ഈ 25 ദിവസം നമുക്കുണ്ടായിരിക്കേണ്ട ലക്ഷ്യം. എൻ്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടുമൊക്കെ എൻ്റെ ദൈവത്തിൽ നിന്നും ഞാൻ അകലെയാകുന്ന നിമിഷങ്ങളെ ഒന്ന് ഓർത്തെടുക്കുവാനും ആ അകലങ്ങളെ അടുപ്പങ്ങളാക്കി മാറ്റുവാനുള്ള പുണ്യങ്ങളിൽ യാത്ര ചെയ്യുവാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ 25 ദിവസങ്ങൾ. സ്നേഹിച്ചും ക്ഷമിച്ചും കരുതലായും പങ്കുവെച്ചും ചേർത്തുപിടിച്ചും പുഞ്ചിരിച്ചും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെന്നും പ്രാർത്ഥിച്ചും ധ്യാനിച്ചുമൊക്കെ ദൈവകുമാരനെ പിറക്കുവാൻ നമ്മുടെ ജീവിതത്തെ ഒരുക്കേണ്ട നല്ല ദിനങ്ങളുടെ ഓർമ്മകളാണ്. നമുക്ക് ആഗ്രഹിക്കാം, ദൈവമേ, എൻ്റെ ഹൃദയത്തിലും ജീവിതത്തിലുമൊക്കെ ഒരു ക്രിസ്തു സാന്നിധ്യം നിറയുവാൻ വേണ്ടി ഈ ദിനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്. ഒപ്പം ഭൗതികമായ ഒരുക്കങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം നമ്മൾ ത്യാഗം ചെയ്ത് ആ രോഗത്തെ നമ്മൾ അതിജീവിക്കുമല്ലേ. വെറും നിസ്സാരമായ ഒരു ഷുഗർ വന്നാൽ മതി, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മാറ്റിവെക്കുക. കാരണം എന്താണ്? അതൊരു മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. നീ ഇത് തൊട്ടാൽ ചിലപ്പോൾ നിൻ്റെ മരണം എത്രയും പെട്ടെന്ന് സാധ്യമാകും. അതുകൊണ്ട് തന്നെ ആ മരണത്തെ ഇഷ്ടമല്ലാത്തതുകൊണ്ട്, ആ ഒരു തിന്മയെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ ക്രമപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ വലിയൊരു നന്മയെ സ്വീകരിക്കാൻ വേണ്ടി, വലിയൊരു നന്മയ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളിലൂടെ നമ്മൾ ജീവിതത്തെ ഒരുക്കണമെന്ന് ഈ ദിവസങ്ങൾ നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഭൗതികമായ ചില ഇഷ്ടങ്ങളോടുള്ള നോപറച്ചിലുകൾ, നമ്മുടേതെന്ന് പറയുന്ന ചില സ്വപ്നങ്ങളോടുള്ള നോപറച്ചിലുകൾ, നമ്മുടേതെന്ന് പറയുന്ന ചില ആഗ്രഹങ്ങളോടുള്ള നോപറച്ചിൽ, അതായിരിക്കട്ടെ ഈ 25 ദിവസങ്ങൾ. അപ്പോൾ നമ്മുടെ ഉള്ളിലും പുതിയൊരു സൃഷ്ടി, പുതിയൊരു ആത്മാവ്, പുതിയൊരു വെളിച്ചം, പുതിയൊരു പ്രകാശം നമുക്ക് ഉദയം ചെയ്യും. നമുക്ക് ആഗ്രഹിക്കാം. ഇന്ന് തിരുസഭ മാതാവ് ധ്യാന വിചിന്തനത്തിനായി നൽകുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ്. വളരെ മനോഹരമായ തിരുവചന ഭാഗങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുക. സഖറിയായെക്കുറിച്ചും എലിസബത്തിനെ കുറിച്ചുമുള്ള ധ്യാനമാണിത്. സഖറിയ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം ഓർത്തു എന്നുള്ളതാണ്. ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഈ 25 ദിവസങ്ങൾ നമുക്കുള്ളത്. ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് സഖറിയായും എലിസബത്തും കടന്നുപോയത്. ആ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞുണ്ടാകാതിരിക്കുക, കുഞ്ഞില്ലാത്ത ദമ്പതിമാരെന്ന് പറഞ്ഞാൽ ദൈവകോപമുള്ളവരെന്ന് പോലും വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവർ, അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്നവർ, ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ, ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം
ജീവിച്ചു തീർത്തവരുടെ ജീവിതത്തിലേക്ക് ദുരന്തമായ ഒരു വാർത്തയാണിത്. വാർദ്ധക്യമായിട്ടൊരു കുഞ്ഞില്ലാത്തതിൻ്റെ സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം വാർദ്ധക്യത്തിൽ അവനെ ഓർത്തതിൻ്റെ ഓർമ്മയാണ് ഈ ആദ്യത്തെ ധ്യാന വിഷയം. സക്കറിയായുടെ പ്രായത്തിൻ്റെ ആധിക്യത്തിൽ യാതൊരു സാധ്യതകളുമില്ലാതിരുന്നപ്പോൾ ദൂതൻ വന്ന് പറയുകയാണ്, സക്കറിയ, നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്. അസാധ്യതയെന്ന് തോന്നുന്നതിനെ സക്കറിയ ഒരു നിമിഷം ചോദ്യം ചെയ്തപ്പോൾ അവൻ്റെ നാവുകൾ പോലും പൂട്ടപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പല ചോദ്യങ്ങളും നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്. എന്തേ ദൈവമേ ഇങ്ങനെയെന്ന്? അസാധ്യമെന്ന് തോന്നുകയാണ്. ഇനി എങ്ങനെ ജീവിക്കും? എന്ത് നാണം കെട്ട ഒരു ജീവിതമാണല്ലോ, പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ലല്ലോ, ജീവിതം ഇങ്ങനെ മടുത്തല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അനുഗ്രഹങ്ങൾ പോലും തടസ്സമായി നിൽക്കാൻ കാരണം നമ്മുടെ ചില ബുദ്ധി കൊണ്ടുള്ള ചോദ്യങ്ങളാണെന്ന് ഈ ദിവസം ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം. ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇനി എന്തെന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ പകച്ചു നിൽക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ പദ്ധതികളോട് ആമേൻ പറയാനുള്ളൊരു ചങ്കൂറ്റം നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട പുണ്യം. പരിശുദ്ധ അമ്മ അങ്ങനെയായിരുന്നല്ലോ. ഒറ്റ ചോദ്യം അവൾ ചോദിച്ചുള്ളൂ, ഇതെങ്ങനെ സംഭവിക്കും? മറിച്ചൊരു ചോദ്യമൊന്നുമില്ല, ഇതെങ്ങനെ സംഭവിക്കും? ഒരു ഉത്തരം കിട്ടിയാൽ മതി. ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ വരും, അപ്പോൾ സ്വർഗത്തിൻ്റെ മകൻ നിന്റെ ഉള്ളിൽ ഉദയം ചെയ്യും. ആമേൻ. അത് സ്വീകരിച്ചു. മറിച്ച് ചോദ്യങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെന്ന ചോദ്യമില്ല. യോസേപ്പ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി ഞാൻ വിവാഹ നിശ്ചയം നടത്തിയിരിക്കുകയാണല്ലോ എന്നൊരു ചോദ്യമൊന്നുമില്ല. അതെങ്ങനെ സംഭവിക്കും? നാളെ ഞാൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമോ? നാളെ ഞാൻ നഗ്നയാക്കപ്പെടുമോ? ഞാൻ ഇന്ന് വരെ വിശുദ്ധി എന്ന് ജീവിച്ച് എന്നെ നാളെ അശുദ്ധി എന്ന് പേര് വിളിക്കുമോ? അതൊന്നും അവൾ ചോദിച്ചില്ല. മറിച്ച് ദൈവം എന്ത് പറഞ്ഞു അതിനെ അനുസരിക്കാനുള്ള ചങ്കൂറ്റമാണ് അവൾ കാണിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാനായിലെ കല്യാണ വിരുന്നിൽ നമുക്കറിയാം. കാനായിലെ കല്യാണ വിരുന്നിലും അങ്ങനെയാണല്ലോ. കൽഭരണികൾ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതമാണ്. ശിഷ്യന്മാർക്ക് വേണമെങ്കിൽ മറുതലിച്ചൊരു ചോദ്യം ചോദിക്കാം, യേശുവെ, വെള്ളമല്ല വീഞ്ഞാണ് തീർന്നത്. നീ ഇന്നുവരെ ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല. പക്ഷേ യേശുവിൻ്റെ മുമ്പിൽ ചോദ്യം ചോദിക്കാത്ത പൊട്ടന്മാരെ പോലെ അത്ഭുതത്തിന് വേണ്ടി അല്ലാതെ വെറുതെ ദൈവത്തിൻ്റെ വാക്കുകളോട് ആമേൻ പറയാനുള്ള ചങ്കൂറ്റം കാണിച്ചപ്പോൾ, ആ ഒരു ത്യാഗം ഏറ്റെടുത്തപ്പോൾ, ആ കൽഭരണികൾ വെള്ളം നിറയ്ക്കാനുള്ള ചങ്കൂറ്റമുണ്ടായപ്പോൾ, ത്യാഗം അനുഭവിക്കാനുള്ള മനസ്സുണ്ടായപ്പോൾ അവിടെ അത്ഭുതമുണ്ടായി എന്നുള്ളതാണ്. അടുത്ത നിമിഷം എന്തെന്നൊന്നും അറിയത്തില്ല, നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ അതിനോട് ആമേൻ പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടായി. ഇതാണ് ഇന്നത്തെ ദിവസം നമുക്ക് ധ്യാനിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഇങ്ങനെ ദുരന്തങ്ങളും വേദനകളും രോഗങ്ങളും ഒക്കെ വരുമ്പോൾ വെറുതെ ചോദ്യം ചോദിച്ച് നമ്മുടെ ആത്മാവിനെ കൂടി അശുദ്ധമാക്കണം. ശരീരം എന്തായാലും വേദനകളിലൂടെയൊക്കെ കടന്നു പോവുകയായിരിക്കും. പ്രകൃതിയൊക്കെ നമ്മൾ വേദനിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നമ്മളെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആത്മാവ് എന്തിനാണ് നൊമ്പരപ്പെടുന്നത്? ഈശോയുടെ മുമ്പിൽ ഉത്തരം കൊടുത്താൽ മതി. ഈശോയെ, ഈ പ്രതിസന്ധികളുടെ മുമ്പിലും എൻ്റെ ആത്മാവ് ആനന്ദിക്കട്ടെ. അവിടെയാണ് നമുക്ക് അനുഗ്രഹമായി ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയുക. ഓക്കെ, അവിടെ വീണ്ടും യേശുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്തപ്പോൾ അവന് കൊടുത്ത ചെറിയൊരു ശിക്ഷയാണ് നാവ് പൂട്ടപ്പെടുക എന്നുള്ളത്. കാരണം ഇനി ചോദ്യം ചോദിക്കാൻ പാടില്ല. നിൻ്റെ ദൈവത്തോട് നീ ചോദ്യം ചോദിക്കാൻ പാടില്ല. നിന്നെ സൃഷ്ടിച്ച നിൻ്റെ തമ്പുരാനോട് നീ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. നീ അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുക നാണക്കേടാണെന്ന് അവർക്കറിയാം. പക്ഷേ ആ നാണക്കേടിനെ ഇപ്പോഴുള്ള ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കുമെന്ന കാലം പിന്നെ നമ്മൾ തെളിയിക്കുന്നുണ്ട്. എലിസബത്തിന് കുഞ്ഞുണ്ടാകുന്നതും മറ്റുള്ള രംഗങ്ങളൊക്കെ അവിടെ സംഭവിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവം ഓർക്കുന്ന മനുഷ്യരായി നമുക്ക് ജീവിക്കാം. ദൈവം ഓർക്കാൻ വേണ്ടി സക്കറിയ 2 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, അവൻ നീതിമാനായിരുന്നു എന്നുള്ളതാണ്. വിശ്വസ്തനായിരുന്നു മരണം വരെ. കർത്താവിൻ്റെ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഈ മകൻ്റെ ജീവിതത്തിലേക്ക് ദുരന്തങ്ങൾ തന്നെ അയച്ചപ്പോൾ, നാണക്കേടിൻ്റെ പടുകുഴിയിൽ കടന്നപ്പോഴും സക്കറിയ നീതി കൈവെടിഞ്ഞില്ല. അവൻ്റെ അൾത്താരയിൽ നീതിപൂർവം അവൻ ശുശ്രൂഷ ചെയ്തു. ദൈവത്തെ വഞ്ചിക്കാതെ, ദൈവത്തെ പറ്റിക്കാതെ വിശ്വസ്തയോടെ അവൻ ശുശ്രൂഷ ചെയ്തു. അതാണ് അവനെ ഈശോ ഓർക്കാനുള്ള, ദൈവം ഓർക്കാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത് വചനം എങ്ങനെയാണ് പറയുന്നത്? അവൻ പ്രമാണങ്ങൾ വള്ളിപ്പുള്ളി വിടാതെ അനുഷ്ഠിച്ചു എന്നുള്ളതാണ്. പ്രമാണങ്ങളെ ചങ്കോട് ചേർത്ത് വെച്ച് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ സക്കറിയ എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമ്പോൾ പ്രമാണങ്ങൾ പോലും ലംഘിക്കും. ഇനി ഇങ്ങനെ ജീവിച്ചാൽ മതി, വെറുതെ ജീവിച്ചു തീർത്താൽ മതി, ആഘോഷിക്കാം. നമുക്ക് നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സന്തോഷം നൽകുന്നതിനൊക്കെ ആഘോഷിക്കുക. പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ലെന്നേ, പള്ളി പോയിട്ട് കാര്യമില്ലെന്നേ, എന്തിനാ ഉപവസിക്കുന്നേ, എന്തിനാ നോമ്പെടുക്കുന്നേ, ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് വരും.
കാരണം എന്താണ്? പലപ്പോഴും പ്രാർത്ഥിച്ചതിനൊന്നും ഉത്തരം കിട്ടുന്നില്ല. സക്രിയ അങ്ങനെയായിരുന്നല്ലോ. വാർദ്ധക്യം വരെ കർത്താവിൻ്റെ അൾത്താരെ ശുശ്രൂഷ ചെയ്ത ഒന്നിനും അവൻ ഉത്തരം കിട്ടിയില്ല. പക്ഷേ ദൈവപ്രമാണങ്ങൾ അവൻ ചങ്കോട് ചേർത്ത് വെച്ചെന്ന് പറഞ്ഞു. വള്ളി പുള്ളി വിടാതെ ആ പ്രമാണങ്ങളെ അനുസരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് നമുക്കും ആഗ്രഹിക്കാം. ഈശോ തന്ന പ്രമാണങ്ങളില്ലേ, 10 കൽപ്പനകളുണ്ട്, തിരുസഭയുടെ കൽപ്പനകളുണ്ട്, പുണ്യങ്ങളുണ്ട്. അതിനൊക്കെ ഒന്ന് അഭ്യസിക്കാനായിട്ട് പരിശ്രമിക്കാം. അതാണ് യഥാർത്ഥ നോമ്പ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലും ദൈവമേ നിൻ്റെ പ്രമാണങ്ങളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടാകുമ്പോൾ ദൈവം നമ്മളെ ഓർക്കുന്നേ. അത് ചിലപ്പം ഏത് കാലഘട്ടത്താണെന്ന് അറിയത്തില്ല. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള മനസ്സിൻ്റെ പേരാണ് ആത്മീയത. നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല ആത്മീയത. ആ ഒരു ആത്മീയതയാണ് ഇന്ന് സമൂഹം വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരിക, അതല്ല ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കുമ്പോൾ അവിടെ നിന്നെല്ലാം നമുക്ക് നന്മയ്ക്കായി പരിണമിപ്പിക്കും. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, ആദ്യം നീ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടൊപ്പം ബാക്കിയെല്ലാം നിനക്ക് നൽകപ്പെടുമെന്ന്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ പ്രമാണങ്ങളെ നമ്മൾ ചങ്കോട് ചേർത്ത് വെച്ച് നമുക്ക് ധ്യാനിക്കാം. ഈ ദിവസങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് കുമ്പസാരിച്ച്, നല്ലപോലെ ഒന്ന് നോമ്പെടുത്ത്, ഉപവസിച്ച്, പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് വേണ്ടി ഒന്ന് കാത്തിരിക്കാം. ഈശോ നമുക്ക് വേണ്ടി എത്രയോ കാത്തിരുന്ന് സഹിച്ചിട്ടാണ് നമുക്ക് ഈ രക്ഷയൊക്കെ നേടിത്തന്നത്. അങ്ങനെയെങ്കിൽ കൊച്ചു കൊച്ചു സഹനങ്ങളിലൂടെ, കൊച്ചു കൊച്ചു പങ്കുവെക്കലുകളിലൂടെ, കൊച്ചു കൊച്ചു നന്മ പ്രവൃത്തികളിലൂടെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടും, മിണ്ടാതിരുന്ന ഒരു വ്യക്തിയോട് മിണ്ടിക്കൊണ്ടും, സ്നേഹിച്ചുകൊണ്ടും, ചേർത്ത് പിടിച്ചുകൊണ്ടും, ദേവാലയത്തോടൊന്ന് ചേർന്ന് നിന്നുകൊണ്ടും, ദൈവപ്രമാണങ്ങളെ അനുസരിച്ചുകൊണ്ടുമൊക്കെ ഈ ഒരു ജീവിതം നയിക്കുമ്പോൾ ദൈവം നമ്മളെ ഓർക്കുന്നേ. അത് ചിലപ്പോൾ കാലങ്ങൾക്കപ്പുറമായിരിക്കാം. ചിലപ്പോൾ ഈ കാത്തിരിപ്പിന് ഉത്തരം കിട്ടുന്നത് വലിയ അനുഗ്രഹമായിട്ടായിരിക്കാം. ഭൂമിക്ക് അസാധ്യമായത് സാധ്യമാക്കി കൊടുത്തുകൊണ്ടാണ് സക്രിയയും എലിസബത്തിനെ ഈശോ ഓർത്തത്. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് അവർ ഈശോ ഓർത്തത്. അതുകൊണ്ട് ഈ പുണ്യദിനങ്ങളോട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നല്ല വിശ്വസ്തരായി ജീവിക്കുവാൻ, നീതിമാന്മാരായി ജീവിക്കുവാൻ, ദൈവപ്രമാണങ്ങളെ ചങ്കൂറ്റത്തോടെ ചേർത്ത് വെച്ച് ജീവിക്കുവാൻ ദൈവമേ നിങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ പുതിയ ദിനങ്ങളുടെ, പുണ്യദിനങ്ങളുടെ എല്ലാ മംഗളങ്ങളും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.